സാമൂതിരി രാജാവ് തിരുമാന്താംകുന്നിലമ്മയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി കോഴിക്കോട്ടേക്ക് കുടിയിരിക്കാൻ വരം വാങ്ങിയ കഥ ചിന്തോസ്കി മുന്നേ വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഈ കഥ തന്നെയാണ് ചോറ്റാനിക്കരയുടെയും കാടാമ്പുഴയുടെയും മൂകാംബികയുടെയും കഥ. വളയനാടിന്റെ കഥ ഇതല്ല എന്നിങ്ങനെ നിരവധി കമന്റുകൾ വന്നിരുന്നു. എല്ലാ കമന്റുകളെയും മാനിക്കുന്നു, സ്നേഹമറിയിക്കുന്നു. ചിന്തോസ്കി ഇവിടെ അവതരിപ്പിച്ചത് കഥയാണ്, ചരിത്രമല്ല. കഥയും ചരിത്രവും വ്യത്യസ്തമാണ്. ഒരേ കഥകൾ ദേശകാലങ്ങൾക്കനുസരിച്ച്, ഭാവനകൾക്കനുസരിച്ച് പല ദേശങ്ങളിൽ പല രീതികളിൽ കാണാറുണ്ട്. സാരോപദേശ കഥകളിലും പഞ്ചതന്ത്ര കഥകളിലും അറബിക് കഥകളിലും ഈസോപ്പ് കഥകളിലും ഒക്കെ ഒരേ തരം കഥകൾ കണ്ടെന്ന് വന്നേക്കാം. ഇത് കഥകളുടെ പ്രത്യേകതയാണ്, ഫോക്ക് സ്റ്റോറികളുടെ പ്രത്യേകതയാണ്. എന്നാൽ പ്രസിദ്ധ ചരിത്രകാരനായ MGS നാരായണൻ ഉൾപ്പെടെയുള്ള 3 ചരിത്രകാരുടെ റെഫറൻസ് എടുത്താണ് ചിന്തോസ്കി ഈ സ്റ്റോറി ചെയ്തിട്ടുള്ളത്. വളയനാട്ടമ്മയുമായി ബന്ധപ്പെട്ട മറ്റു ചില കഥകൾ വരും ദിവസങ്ങളിൽ പറയാം. കാത്തിരിക്കില്ലേ?